ഒരു തിരിച്ചുപോക്ക് ഉണ്ടാവുമോ? അല്ല, അത് പാർട്ടിയാണ് തീരുമാനിക്കുന്നത്. കാരണം എന്നെ പുറത്താക്കിയത് അവരാണ്. ഞാൻ പാർട്ടിയിൽ നിന്ന് വിട്ടു വന്നതല്ല, എന്നെ പാർട്ടി പുറത്താക്കിയതാണ്. അവരാണ് നിലപാടെടുക്കേണ്ടത്. ഇവരെ ചൂണ്ടിക്കാണിക്കുന്ന രാഷ്ട്രീയ വിഷയം UDFന്റെ ചില നയ സമീപനങ്ങൾ, ഇപ്പോൾ സർക്കാർ സ്വീകരിച്ചിരിക്കുന്ന വിഴിഞ്ഞം പോലുള്ള പദ്ധതികളുമായിട്ടുള്ള ബന്ധം അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ, അതിലൊക്കെയുള്ള സമീപനത്തിൽ നിങ്ങൾ നിശബ്ദത പാലിക്കുന്നു, അതും ഒരു വഞ്ചനയാണെന്നുള്ളതാണ് പറയുന്നത്. അല്ല, അതിലൊക്കെ ഒട്ടേറെ കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. ചർച്ച ചെയ്യാം. ഞാൻ UDFന്റെ പിന്തുണ കൂടി ലഭിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് പയ്യന്നൂരിലും ജയിച്ചു വന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ ഒരു നിലപാട് എനിക്ക് സ്വീകരിക്കാൻ സാധിക്കും. PM ശ്രീയുമായി ബന്ധപ്പെട്ടുകൊണ്ട്, വിഴിഞ്ഞം കരാറുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒട്ടേറെ കാര്യങ്ങൾ പുതിയ മുഖ്യമന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതൊക്കെ LDFനെ പ്രതിക്കൂട്ടിലാക്കുന്ന നിലയിലുള്ള രേഖകൾ വെച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ഇപ്പോൾ PM ശ്രീ ഒപ്പിട്ടതാരാ? UDF അല്ലല്ലോ, LDF ആണല്ലോ PM ശ്രീ ഒപ്പിട്ടത്. അപ്പോൾ അതിൻ്റെ രേഖകൾ സഹിതം മുഖ്യമന്ത്രി നിയമസഭയിൽ അവതരിപ്പിക്കുകയുണ്ടായി. അതിനൊരു മറുപടിയും പറയാൻ നിയമസഭയിൽ LDFനോ അതുപോലെ തന്നെ CPM നേതൃത്വത്തിനോ സാധിച്ചിട്ടില്ല എന്നതാണ് വസ്തുത. അത് മാറ്റി നിർത്തിക്കൊണ്ടുള്ള കാര്യങ്ങൾക്കാണ് LDF മറുപടി പറയുന്നത്. സ്വാഭാവികമായും ചർച്ച ചെയ്യുന്നത് PM ശ്രീ ഒപ്പിട്ടത് മുതലാണ്. ആ ഒപ്പിടാനുണ്ടായ സാഹചര്യം സംബന്ധിച്ച്, അതിൻ്റെ കാരണങ്ങൾ സംബന്ധിച്ച് വിശദീകരിക്കണ്ടേ, ജനങ്ങളോട് വിശദീകരിക്കണ്ടേ? അപ്പോൾ അത് വിശദീകരിക്കാൻ ഇന്നേ വരെ തയ്യാറായിട്ടില്ല. അത് വിശദീകരിച്ചതിന് ശേഷം നമുക്ക് UDFൻ്റെ നിലപാടിനെ കുറിച്ച് പറയാം. ഇപ്പോൾ UDF ഇന്നേ വരെ PM ശ്രീയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും ഒരു തീരുമാനത്തിലേക്ക് പോയിട്ടില്ല, എന്തെങ്കിലും ഒരു നടപടി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. അത് അവിടെ നിൽക്കുകയാണ്. LDF എവിടെയാണോ PM ശ്രീയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിർത്തിയത് അവിടെ നിൽക്കുകയാണ്. പുതിയ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ഭരണത്തിൽ വരുന്ന സമയത്ത് പിൻവലിക്കുമെന്നുള്ളത് കാര്യങ്ങൾ UDF നേതാക്കൾ തന്നെ പറഞ്ഞിരുന്നല്ലോ. അത് അല്ല ഞാൻ പറഞ്ഞത്, LDF എവിടെയാണോ നിർത്തിയത് അവിടെ നിൽക്കുകയാണിപ്പോൾ. പിൻവലിക്കുന്നത് സംബന്ധിച്ച് UDF ചർച്ച ചെയ്ത് തീരുമാനമെടുക്കേണ്ടതാണ്. അതിന് ചിലപ്പോൾ സാവകാശം വേണ്ടി വരുമായിരിക്കും. അത് വരുമോ ഇല്ലയോ നമുക്ക് കണ്ടറിയാം. താങ്കളിപ്പോഴും പറയുന്നത് പാർട്ടിയിലേക്ക് തിരികെ വരാൻ താങ്കളെ പുറത്താക്കിയതാണ് എന്നുള്ളത്. അതായത് തെറ്റ് തിരുത്തി, എന്താണ് തെറ്റ് എന്നുള്ളത് വ്യക്തമാക്കണമെന്നുള്ളത് തന്നെയാണ് താങ്കളുടെ ഇപ്പോഴും ഉന്നയിക്കുന്ന ഒരു ആവശ്യം എന്ന് പറയുന്നത്. അതെ, തെറ്റ് തിരുത്തിയാൽ പാർട്ടിയിലേക്ക് തിരിച്ചു വരാമെന്നാണല്ലോ ഇപ്പോൾ ഇവർ പറഞ്ഞത്. അപ്പോൾ തെറ്റ് തിരുത്തി വരണമെങ്കിൽ എന്താണ് ഞാൻ ചെയ്ത തെറ്റെന്ന് പറയണ്ടേ? എങ്കിൽ മാത്രമല്ലേ തിരുത്താൻ പിന്നെ കഴിയൂ. അപ്പോൾ അതുണ്ടായിട്ടില്ല. ഇപ്പോൾ ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ പരോക്ഷമായി CPM നേതൃത്വം അംഗീകരിക്കുകയാണ്. സ്ഥാനാർത്ഥി നിർണയം തെറ്റായിപ്പോയി എന്ന് CPM നേതൃത്വം പറയുകയാണ്. അത് ഞാൻ ഉന്നയിച്ചൊരു വിഷയമാണ്. CPMനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ധർമ്മസങ്കടത്തിലാണ് CPM ഉള്ളത്. ആ വലിയ ധർമ്മസങ്കടം എന്ന് പറയുന്നത്, CPM സഭയിൽ ഇരിക്കുന്നത് ആകെ 35 പേരുമായിട്ടാണ്. ഈ 35 പേരുമായിട്ട് സഭയിലിരിക്കുന്ന CPMനെ സംബന്ധിച്ചിടത്തോളം ഒരു രാജ്യസഭാ പ്രതിനിധിയെ പോലും ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് CPMന്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഒരു രാജ്യസഭയെ പ്രതിനിധിയെ ഉണ്ടാക്കിയെടുക്കെങ്കിൽ 36 ആളുകൾ വേണം കേരളത്തിൽ. അതില്ല. അപ്പൊ എങ്ങനെയെങ്കിലും ഇപ്പോ അവരുടെ കൂടെ കൂടാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ CPM കരുതുന്ന ആളുകൾ, കൂടെ വരുമെന്ന് കരുതുന്ന ആളുകൾ ഈ 2 പേരാ. ഒന്ന് പയ്യന്നൂരിലെ കുഞ്ഞികൃഷ്ണ സഖാവ്, രണ്ടാമത്തത് ഈ പറയുന്ന TK ഗോവിന്ദൻ. ആ 2 പേരും ഇന്ന് വാർത്താ സമ്മേളനം നടത്തിയിട്ടുണ്ട്. അതില് കുഞ്ഞികൃഷ്ണ സഖാവിൻ്റെ ഞാൻ കാണിക്കാൻ കാരണം TK ഗോവിന്ദനും ഏകദേശം ഇതൊക്കെ തന്നെയാണ് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോ രണ്ടിലൊരാളത് കേൾപ്പിച്ചാൽ മതിയല്ലോ എന്ന് കേട്ടിട്ടാ. കാരണം ഇത് നമ്മൾ കേൾക്കേണ്ടതാണ്. വളരെ കൃത്യമായിട്ട് കേരളത്തിലെ ക്രിമികീടങ്ങളും പിണറായി വിജയന്റെ PR വർക്കുകാരായിട്ടുള്ള ചില മാധ്യമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരണത്തിന് എന്താണ് ഈ 2 വിഷയങ്ങൾ? ഇതിപ്പോ MV ജയരാജൻ ഇന്ന് വാർത്താ മാധ്യമങ്ങളെ കണ്ട് എന്താ പറഞ്ഞേ? ഇവര് UDFന്റെ കൂടെ നിന്ന അതേ ആ സാഹചര്യമില്ല, ഇപ്പൊ സാഹചര്യം മാറി. ഇപ്പൊ ഈ 2 വിഷയങ്ങളാണ് ഉയർത്തി കാണിച്ചത്. ഏത്? PM ശ്രീയും വിഴിഞ്ഞം തുറമുഖ പദ്ധതിയും. നിങ്ങളൊരു കാര്യം ആലോചിക്കണം, ഈ 2 വിഷയത്തിലും കൃത്യമായ മറുപടിയാണ് ഇപ്പൊ കുഞ്ഞികൃഷ്ണ സഖാവും TK ഗോവിന്ദൻ മാഷും നൽകിയിട്ടുള്ളത്.
ഇത് എ ഗോവിന്ദനല്ല, TK ഗോവിന്ദൻ മാഷ്, തളിപ്പറമ്പിന്റെ MLA. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പൊ കേരളത്തില് ഇപ്പൊ നമ്മൾ ഈ PM ശ്രീയെ കുറിച്ച് വലിയ ചർച്ചകൾ നടത്തുന്നുണ്ടല്ലോ അല്ലെ? ഈ PM ശ്രീ ചർച്ചയിലേക്ക് വന്നത് എന്തുകൊണ്ടാ? ആരാതിന്റെ കാരണക്കാരൻ? എങ്ങനെയാ കേരളം അതിന്റെ ഭാഗമായത്? ഇത് ഒരു ദിവസം നേരം വെളുത്ത് ഇരുട്ടി നേരം വെളുത്തപ്പോ ഈ പറയുന്ന കേന്ദ്ര ഗവൺമെന്റ് രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളുടെ മുകളിലും ഒരു നിയമം പാസാക്കിയതല്ല PM ശ്രീ എന്ന് പറയുന്ന പദ്ധതി. അതിന്റെ ഭാഗമായിട്ട് താല്പര്യമുള്ളവർക്ക് ചേരാം, അല്ലാത്തവർക്ക് വേണ്ട. അത് സംസ്ഥാനങ്ങൾ അതിന്റെ ഭാഗമായാൽ മാത്രമേ അതിന്റെ മെമ്പർ ആവുകയുള്ളൂ, അല്ലാതെ ഒരു സംസ്ഥാനത്തിന്റെ തലയിലും ഇത് അടിച്ചേൽപ്പിച്ചതല്ല. അപ്പൊ ഈ PM ശ്രീയുടെ ചർച്ച തുടങ്ങുന്നത് തന്നെ എവിടെ നിന്നാ? പിണറായി വിജയൻ ഗവൺമെന്റ് അതിൽ ഒപ്പിട്ടു എന്ന് പറയുന്ന അതാണ് അടിസ്ഥാനം. ഒപ്പിട്ടു എന്ന് മാത്രമല്ല, പിണറായി വിജയൻ കത്തയച്ചു. എന്താ കത്ത്? കെറ്റിൻ അബയൻസ് എന്ന് പറഞ്ഞുകൊണ്ട് താൽക്കാലികമായി മരവിപ്പിക്കണം. ഇപ്പൊ ഒപ്പിട്ട ആള് ഇത് തെറ്റാണെന്ന് ഇനിയിപ്പോ ഘടകകക്ഷികൾ അറിഞ്ഞപ്പോ അവിടെ രണ്ട് വിഷയങ്ങളുണ്ട് കേട്ടോ. ഈ ഒപ്പിട്ട സാഹചര്യം, എങ്ങനെയാണ് ഒപ്പിട്ടത് എന്നുള്ള കാര്യം വലിയ പരിഗണനാ വിഷയമാണ്. ഈ വിഷയത്തിൽ അത് വളരെ പ്രധാനപ്പെട്ടതാ. കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ക്യാബിനറ്റിലുള്ള മന്ത്രിമാരറിയാതെ, CPIയുടെ മന്ത്രിമാരറിയാതെ, ഘടകകക്ഷിയായിട്ടുള്ള CPIയുടെ സംസ്ഥാന സെക്രട്ടറി അറിയാതെ, എന്തിന്? നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കൂ. CPMന്റെ അഖിലേന്ത്യാ സെക്രട്ടറിയായ MA ബേബി അറിയാതെ, ബേബി സഖാവിനോട് ഈ പറയുന്ന PM ശ്രീയിൽ ഒപ്പിട്ടു എന്ന വാർത്തകൾ കിട്ടിയ ഉടനെ മാധ്യമങ്ങൾ ചോദിക്കുക, സഖാവെ PM ശ്രീയെ കുറിച്ച് എന്താ അഭിപ്രായം? സഖാവ് വാ തോരാതെ പ്രസംഗിക്കുക. PM ശ്രീ ആനയാണ്, ചേനയാണ്, മാങ്ങയാണ്, മാങ്ങാ തൊലിയാണ്, ആ ആന പിണ്ടമാണ്, അത് കാവ്യവൽക്കരണമാണ്, RSS അജണ്ടയാണ്, ഹിന്ദുത്വ അജണ്ടയാണ്, അങ്ങനെ പറഞ്ഞ് സഖാവ് പറയുന്നു അതൊരിക്കലും നടപ്പിലാക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് വായ പൂട്ടുന്നതിന് മുമ്പായിട്ട് മറു ചോദ്യം ഇതേ മാധ്യമ പ്രവർത്തകർ ചോദിക്കുന്നു, സഖാവേ അതിൽ കേരളം ഒപ്പിട്ടല്ലോ, സഖാവ് പെട്ടില്ലേ? സഖാവ് അറിഞ്ഞത് പോലുമില്ല എന്ന് പറഞ്ഞാൽ അഖിലേന്ത്യാ സെക്രട്ടറി അറിയാതെ, ക്യാബിനറ്റിലെ ബാക്കിയുള്ള മന്ത്രിമാരറിയാതെ, ഘടകകക്ഷിയായ CPI അറിയാതെ, എന്തിന് പിണറായി വിജയനും പിണറായി വിജയന്റെ ശിങ്കിടിയായിട്ടുള്ള ശിവൻകുട്ടിയും പിന്നെ ചില ആളുകളും പിണറായി വിജയന്റെ അടിമകളായ ചില ആളുകളും മാത്രമല്ലാതെ മറ്റാരും അറിയാതെ ഇതിൽ പോയി ഒപ്പിടുന്നു. ഒപ്പിട്ട കാര്യം രഹസ്യമാക്കി സൂക്ഷിക്കുന്നു. എന്നിട്ട് ഒപ്പിട്ടതിന് ശേഷം മന്ത്രിസഭാ യോഗം നടന്നു, അതിലും പറഞ്ഞില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ മാധ്യമങ്ങളിൽ വാർത്ത ബ്രേക്ക് ചെയ്യുമ്പോഴാണ് ബാക്കിയുള്ളവർ അറിയുന്നത്. അപ്പോ അതാണ് ഞാൻ പറഞ്ഞത്, ഈ ഒപ്പിട്ട സാഹചര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഇങ്ങനെ രഹസ്യമാക്കി സൂക്ഷിച്ച് ഈ PM ശ്രീയിൽ ഒപ്പിട്ടതിന്റെ പിന്നിൽ ഒരു 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 കള്ളക്കളി ഉണ്ടല്ലോ. അതുകൊണ്ടാണല്ലോ ഇത് രഹസ്യമാക്കി സൂക്ഷിച്ചത്, അതുകൊണ്ടാണല്ലോ ക്യാബിനറ്റിൽ പറയാത്തത്, അതുകൊണ്ടാണല്ലോ അഖിലേന്ത്യാ സെക്രട്ടറി അറിയാത്തത്, അതുകൊണ്ടാണല്ലോ മറ്റാരും അറിയാതെ ഒപ്പിട്ട് കഴിഞ്ഞും ഇത് രഹസ്യമാക്കി സൂക്ഷിച്ചതും. അപ്പൊ ഇതിലെന്തോ ഒരു പന്തികേടുണ്ട്, ഇത് വലിയ പ്രശ്നമാണ് എന്ന് അറിയുന്നത് കൊണ്ടാണല്ലോ ഇത് രഹസ്യമാക്കി വെച്ചത്. അപ്പൊ ഈ ഒപ്പിട്ടത് മുതലാണ് ഈ പ്രശ്നം തുടങ്ങുന്നത്. ഒപ്പിട്ടില്ലെങ്കിൽ ഈ PM ശ്രീ എന്ന് പറയുന്ന വിഷയം കേരളത്തിൽ ഉണ്ടാകുമോ? ഇനി വേണ്ട, ഒപ്പിട്ട് കഴിഞ്ഞു, മന്ത്രിമാർ എതിർത്തു, ഘടകകക്ഷി എതിർത്തു, ഒക്കെ എതിർക്കുമ്പോ ഇത് താൽക്കാലികമായി മരവിപ്പിക്കണം എന്ന് പറഞ്ഞതിന് പകരം ഞങ്ങൾ എന്നേക്കുമായി ഇതിൽ നിന്ന് പിന്തിരിയുന്നു, ഇത് വേണ്ട, ഞങ്ങളില്ല എന്ന് തീർത്ത് പറഞ്ഞിരുന്നെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാകുമോ? അപ്പൊ അതിലൊരു കള്ളക്കളി ഉണ്ടല്ലോ. ഇനി വിഴിഞ്ഞം പദ്ധതി, അവിടെ വിഴിഞ്ഞം പദ്ധതി, വിഴിഞ്ഞം തുറമുഖം ഉദ്ഘാടനം ചെയ്തപ്പോ ആരായിരുന്നു തന്ത പിണറായി വിജയനായിരുന്നു. അന്ന് ഈ ഗൗതം അദാനിയെ എന്തായിരുന്നു അന്ന് തുറമുഖ മന്ത്രിയായിരുന്ന ഈ വാസവൻ പിണറായി വിജയനെ സ്റ്റേജിലിരുത്തിയിട്ട് എന്താ പറഞ്ഞത്? അവർ പാർട്ണർ എന്ന്. ഇനി അവിടെയും തീരുകയാണോ? ഈ ഗൗതം അദാനി കേരളത്തില് ഒരു പാർട്ടിയുടെ സംസ്ഥാന ഓഫീസ് CPMന്റെ എല്ലാമായ AKG സെന്റർ സന്ദർശിക്കുന്നു, പരവതാനി വിരിച്ച് ഗൗതം അദാനിയെ സ്വീകരിക്കുന്നു AKG സെന്ററിൽ. കൃത്യമല്ലേ? ഡീല് ആരൊക്കെയാണ്?
ഡീൽ ആരൊക്കെ തമ്മിലാണ്? ഇപ്പൊ ഏറ്റവും ഒടുവിൽ ഈ 13,000 കോടി രൂപ MSCയുമായിട്ട് നടത്തിയിരിക്കുന്ന ഗോൾഡൻ അദാനി നടത്താൻ ഉദ്ദേശിച്ചിരിക്കുന്ന, അതിപ്പോഴും നടപ്പിലായിട്ടില്ല കേട്ടോ. അപ്പോ ആ നടത്താൻ ഉദ്ദേശിച്ചിരിക്കുന്ന ഈ ഷെയർ കൈമാറ്റം, അതിനെക്കുറിച്ച് ഉറപ്പായിട്ടും പിണറായി വിജയൻ എന്ന് പറഞ്ഞാല് ഇത് തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുൻപ് ഈ ചർച്ചകൾ നടന്നിട്ടുണ്ടെന്നേ. ആ ചർച്ചകൾ നടന്നത് കൊണ്ടാണ് ജൂലൈ 1-ാം തീയതി ദേശാഭിമാനി എഴുതിയത് എന്ത്, LDF സർക്കാരിന്റെ ദീർഘവീക്ഷണമെന്ന്. ജൂലൈ 2-ാം തീയതി വാർത്ത മുക്കിയെങ്കിലും ആ എഴുതിയതിന് കാരണമുണ്ട്. കാരണം ചർച്ച നടന്നിട്ടുണ്ട്. പിണറായി വിജയൻ, കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരുന്ന പിണറായി വിജയനുമായി ഗവൺമെന്റിന്റെ LDF ഗവൺമെന്റിന്റെ അവസാന ഘട്ടത്തിൽ, അവസാന സമയത്ത് ഗൗതം അദാനി ചർച്ച നടത്തിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പോ മനസ്സിലാകുന്നവർക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. പിണറായി വിജയന്റെ തീട്ടം നക്കാത്തത് കൊണ്ട് കുഞ്ഞികൃഷ്ണൻ സഖാവിനും ഗോവിന്ദനും കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. എത്ര കൃത്യമായിട്ടാണ് ആ മനുഷ്യൻ മറുപടി പറയുന്നത്. ഈ വിഷയത്തിൽ എന്താണ് നിലപാട്? കൃത്യമല്ലേ? എവിടെ കിടക്കുന്നു ഈ കാര്യങ്ങൾ? എല്ലാത്തിന്റെയും ഉത്തരവാദി പിണറായി വിജയനാണ്. പിണറായി വിജയൻ കമ്മീഷൻ അടിച്ചിട്ടാണ് ഈ കാര്യങ്ങൾ നടന്നിരിക്കുന്നത് എന്നുള്ളതിന് ഇതിൽ പരം തെളിവുകൾ വേണ്ട എന്നുള്ളതാ. അപ്പൊ CPM-നെ സംബന്ധിച്ചിടത്തോളം MV ജയരാജന് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, കുഞ്ഞികൃഷ്ണൻ സഖാവ് എന്ന് പറഞ്ഞാല് പിണറായി വിജയനെക്കാളും വലിയ സഖാവാ. ആ മനുഷ്യൻ അക്ഷരാർത്ഥത്തിൽ ആ വാക്ക് നമ്മൾ പ്രൊണൗൺസ് ചെയ്യുമ്പോൾ, സഖാവ് എന്ന വാക്ക് പ്രൊണൗൺസ് ചെയ്യുമ്പോൾ കൃത്യമാണോ, ഉച്ചാരണം കൃത്യമാണോ എന്നുള്ളത് പോലും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കുഞ്ഞികൃഷ്ണൻ സഖാവിന്റെ കാര്യത്തില് ആ മനുഷ്യൻ പക്ക സഖാവാണ്. അതുകൊണ്ട് ആ മനുഷ്യൻ ഇത്തരം നിലപാട്. MV ജയരാജനെ പോലെയുള്ള ഒരു ക്രിമിനൽ ഒക്കെ വന്നിട്ട് ആ മനുഷ്യനെ കമ്മ്യൂണിസം പഠിപ്പിക്കാൻ ആയിട്ടില്ല. കാരണം ആ മനുഷ്യന്റെ ചിന്താശേഷിയും ആ മനുഷ്യന്റെ വിശ്വാസങ്ങളും ആ മനുഷ്യനെ സംബന്ധിച്ച് കവച്ചു വെക്കാൻ കേരളത്തിൽ CPM-ൽ ഒരുത്തനില്ല. കുഞ്ഞികൃഷ്ണ സഖാവിനെ കവച്ചു വെക്കാൻ കഴിയുന്ന ഒരു സഖാവ് ഇവരുടെ കൂട്ടത്തിലില്ല, ഒരെണ്ണമില്ല. അതാണ് ആ മനുഷ്യന്റെ രീതി. ആ മനുഷ്യൻ നോക്ക്, ആഡംബരങ്ങളില്ല കാണാന്. മറ്റേ സലീം കുമാർ പറഞ്ഞ പോലെ വലിയ ലുക്കില്ലെന്നേ ഉള്ളൂ. ആ മനുഷ്യൻ അതൊരു പെർഫെക്റ്റ് സാധനം. അത് മനസ്സിലായില്ലേ? ആ മനുഷ്യനെ പഠിപ്പിക്കാൻ മാത്രമൊന്നും കേരളത്തിൽ ഒരെണ്ണം പോലും ആ മനുഷ്യന്റെ ചെരുപ്പോളം പോലും ആയിട്ടില്ല. മനസ്സിലാകുന്നുണ്ടോ? ആ മനുഷ്യന് കോൺഗ്രസ്സുകാരനോ അല്ലെങ്കിൽ UDF-ലെ മറ്റുള്ള ഏതെങ്കിലും പാർട്ടിക്കാരനൊന്നല്ല. ആ മനുഷ്യൻ അക്ഷരാർത്ഥത്തിൽ ആ മനുഷ്യൻ കമ്മ്യൂണിസ്റ്റാ. കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റ്, 100% സഖാവ്. അതാണ് ആ നിലപാടിന്റെ ക്ലാരിറ്റി. ആനാന്ന് ചോദിക്കുമ്പോ പൂച്ച എന്ന് പറയല്ല, ചോദിച്ചതിനുള്ള മറുപടി എന്ത് കൃത്യമായിട്ടാണ് നിലപാട് പറയുന്നത് നോക്കൂ നിങ്ങൾ. മനസ്സിലായില്ലേ? ഈ വിഷയത്തില് നമ്മൾ കേരളത്തിലെ മാധ്യമങ്ങൾ പറയും പോലെ ഒന്നല്ല. ഈ വിഴിഞ്ഞം പദ്ധതി ആണെങ്കിലും ശരി, PM ശ്രീ ആണെങ്കിലും ശരി, കേരളത്തിന്റെ മുഖ്യമന്ത്രി VD സതീശൻ കൃത്യമായിട്ട് നിയമസഭയിൽ കാര്യങ്ങൾ വെച്ചതാ. അതിനെ ഖണ്ഡിക്കാൻ സാക്ഷാൽ പിണറായി വിജയന് പോലും സാധിച്ചിട്ടില്ല. അതാണ് കുഞ്ഞികൃഷ്ണൻ സഖാവ് പറയുന്നത്. കാരണം എന്താ? ആ നിയമസഭയില് ഈ പറയുന്ന സതീശന്റെ മറുപടി കേട്ടിരുന്ന വ്യക്തി അവിടെ, അയാളുടെ ബോധ്യ വെറുതെ പിന്നെ വർത്താനല്ല, രേഖകൾ വെച്ചിട്ടാണ് സതീശൻ സംസാരിച്ച് പറഞ്ഞു കേട്ടില്ല നിങ്ങള്. അപ്പൊ അതിനെ ഖണ്ഡിക്കാൻ പിണറായി വിജയന് പോലും സാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ 100% PM ശ്രീയുടെയും ഈ പറയുന്ന വിഴിഞ്ഞം പോർട്ടുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ എല്ലാത്തിന്റെയും ഉത്തരവാദി പിണറായി വിജയനാണ്.